ഹലോ നമസ്കാരം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ ഈ ബോഗൺവില്ല കട്ട് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന, വലിയ സ്റ്റെമ്മുകൾ കട്ട് ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഒരു ട്രീ കട്ടർ ചെയിൻസോ, മിനി ഇലക്ട്രിക് ചെയിൻസോ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ച് ഇന്നലെ നോക്കിയിരുന്നു, കുഴപ്പമില്ല, നമുക്ക് നല്ല ഉപകാരപ്പെടും. ഞാൻ നിങ്ങളെ ഡെമോയിൽ കാണിക്കാം. ഇത് ഇപ്പോൾ വലിയ സ്റ്റെമ്മാണ് എൻ്റെ കയ്യിലുള്ളത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. മറ്റേത് നമ്മൾ വലിയ സ്റ്റെമ്മ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടി പോകുന്നില്ല. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ശരിക്കും ഇങ്ങനെ ചെയിൻസോ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. കറക്റ്റായി കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. വേണം ഇതുപോലെ കിട്ടിയാലാണ് നമുക്ക് കറക്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏത് സ്റ്റെമ്മായാലും അതിപ്പോൾ ബോഗൺവില്ലയുടെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീച്ചിൽ വരാനുള്ള സാധ്യത. അതുകൊണ്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റിങ് ബോഗൺവില്ല നാടൻ കമ്പുമ്പോൾ നമുക്ക് പിടിച്ചു കിട്ടും. ഇതൊക്കെ ഞാൻ അതുപോലെ കട്ട് ചെയ്തിട്ടാണ്. അതിനുശേഷം നമുക്ക് കട്ടർ ഉപയോഗിച്ച് സ്റ്റെമ്മുകളൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് നോർമലി ഗ്രാഫ്റ്റ് ചെയ്യാം. അതേസമയം വലിയ സ്റ്റെമ്മുകൾക്കാണ് നമുക്ക് ഇതുപോലെ ട്രീ കട്ടറിൻ്റെ ആവശ്യമുള്ളൂ. സാധാരണ സ്റ്റെമ്മുകൾ നമുക്ക് കിട്ടുന്ന ചെറിയ കട്ടറുകൾ നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. നല്ല കട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാനത് ടാറ്റയുടെ ഒരു കമ്പനിയുടെ ഒരു കട്ടറാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു 500 രൂപ ഏകദേശം വില വരും. അപ്പോൾ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ചെറിയ കമ്പനി ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അതുപോലത്തെ ചെറിയ കട്ടറുകൾ മതിയാവും. അതേസമയം വലിയ സ്റ്റെമ്മുകളിൽ കട്ട് ചെയ്ത് പരീക്ഷിക്കുന്നവർക്കായാലും നമുക്ക് ഒരു ചെയിൻ കട്ടർ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ മെഷീനെ കുറിച്ച് ഞാൻ നല്ല യൂസ്ഫുള്ളാണ്. നമ്മളെന്ന് വെച്ച് ഇതിപ്പോൾ ഈ വലിയ ബോഗൺവില്ലയുടെ സ്റ്റെമ്മൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് വലിയ കത്തികളൊന്നും പോരായില്ല. അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യൂസ്ഫുള്ളായി. അത്യാവശ്യം ചെറിയ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ബോഗൺവില്ല വലിയ സ്റ്റെമ്മുകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അതേസമയം ഇത് വലിയ മരം പിടിക്കാനോ വലിയ കഷ്ണങ്ങളൊക്കെ പിടിക്കാൻ ചിലപ്പോൾ ഒന്നും ഉപകാരപ്പെട്ടൊന്നും വരില്ല. അതേസമയം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ DM ചെയ്യുക, ഞാൻ നമ്പർ താഴെ കൊടുക്കും.